കൊച്ചിയിൽ ആഡംബര വീട്, വാഹനങ്ങളുടെ വലിയ ശേഖരം, കയ്യിൽ ആവശ്യത്തിന് പണം. മുളവുകാട് സ്റ്റേഷനിലെ CPO TP അനൂപിന്റെ ജീവിത രീതിയെക്കുറിച്ച് കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. സാധാരണ ഒരു പോലീസുകാരന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇയാളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായ അനൂപിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് വിവരങ്ങളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. എല്ലാ മലയാളികൾക്കും എൻ്റെ മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പം നമസ്കാരമൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമേ എടുത്ത് പറയാം, എൻ്റെ വീഡിയോകൾ നോർമലി ഒരു 150-200 പേര് ആണ് ഇത് കാണുന്നത്. ഈ 150-200 മലരന്മാര്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാര്, ഇത് കണ്ടിട്ട് അവൻ ആസനത്തിൽ വാലും ചുരുട്ടി മിണ്ടാതെ പോകുന്ന കൊരങ്ങന്മാര്, എടാ നായ്ക്കളെ, നീയൊക്കെ എന്തോ ഊമ്പാനാടാ ഇങ്ങോട്ട് വരുന്ന എന്റെ വീഡിയോ കാണാൻ? നിന്നെ ഞാൻ ക്ഷണിച്ചോ? ഞാൻ ഇതുവരെ ഒരൊറ്റ തായവളിയെ ക്ഷണിച്ചിട്ടില്ല. എന്റെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ചാനലിൽ വന്ന് വീഡിയോകൾ കാണും എന്നൊന്നും പറഞ്ഞിട്ട്. അത് നിനക്കൊക്കെ വേണ്ടിയിട്ട്, നിനക്കൊക്കെ തോന്നിയിട്ട് തന്നെത്താൻ വന്ന് കാണുന്ന വീഡിയോ ആണ് ഞാൻ പറയുന്നേ. എന്റെ വീഡിയോ ഈയിടെ കേരളത്തിലെ മുഴുവൻ പത്രക്കാരും അവരെ വിശ്വസിച്ച് അവരുടെ അടിമകളായിട്ട് അവരുടെ പത്രം വാങ്ങിച്ച് വായിക്കുന്നവന്മാരുടെ ഒക്കെ വായിലോട്ട് പൊളിച്ച് വെച്ചു കൊടുത്ത ഒരു പുതിയ സംവിധാനമുണ്ട്. അത് കണ്ട് എനിക്കങ്ങ് തൃപ്തിയായി. അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. നിങ്ങളെല്ലാം ഇങ്ങനെ അടിമകളായിട്ട് ജീവിച്ചോ, എന്റെ അടിമയാകാനൊന്നും വരണ്ട. ലൈക്കും കമന്റും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തായവളികളൊന്നും ഈ വീഡിയോ മുമ്പോട്ട് കാണണ്ട. കാര്യം നിന്റെ ഒന്നും തന്ത തള്ള അന്വേഷിച്ചതൊന്നുമല്ല എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നതും ഞാൻ ഈ കൊച്ചു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് വീഡിയോ ചെയ്ത് നിന്റെ അണ്ണാക്കിലോട്ട് കുളപ്പിച്ചു തരാനും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ വീഡിയോയില് നീ ഒരു തായവളി കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീഡിയോകൾ ഞാൻ ഇന്നക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ഇനിയും വരും കാലത്തേക്ക് വേണ്ടിയാണ്. ഒന്നുകിൽ 25, 50 അല്ലെ 100 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ വീഡിയോകൾക്ക് പ്രാധാന്യം വരുന്നതെങ്കിൽ അന്ന് കണ്ടാൽ മതി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നീയൊന്നും എന്നെ കണ്ടിട്ട് എനിക്കൊരു മൈലും സംഭവിക്കാനില്ല. മേലാൽ എന്റെ വീഡിയോകൾ കാണണമെങ്കിൽ നിന്റെ ഒന്നും തന്ത അന്വേഷിച്ച കാശൊന്നും കൊണ്ടല്ല ഞാൻ ഈ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്റെ അധ്വാനം, എന്റെ പിള്ളേർ അനുഭവിക്കേണ്ട പൈസ, എന്റെ വീട്ടിൽ അരി മേടിക്കേണ്ട പൈസ നിന്റെ കണ്ണാക്കിലോട്ട് തള്ളി തന്ന് തീട്ടം നാണമില്ലയോടാ പട്ടികളെ. എന്തിനാടാ മയിലുമാരെ നീയൊക്കെ ഇത് കാണാൻ വരുന്നേ? തായവിളികളെ. അതല്ലാത്തവര് മാത്രം കണ്ടാൽ മതി. ആ 4-5 പേരെ ഇത് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5 പേര് മാത്രം കണ്ടാൽ മതി. അല്ല നിന്റെ ഒന്നും അമ്മയെ അവരാധിച്ച് ആശൊന്നും വലുത് കേട്ടോടാ തായവിളികളെ. വെച്ചിട്ട് പോടാ മയിലന്മാരെ. അപ്പൊ നമുക്കിനി കഥയിലേക്ക് വരാം. ഒരു 3-4 ദിവസത്തേക്ക് മുൻപ് നിങ്ങൾ കണ്ടു കാണും, ഒരു വാർത്ത വന്നിരുന്നു. നിങ്ങളൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വാർത്ത, ഇതിലെ കേട്ട് ഇതിലെ കളയുന്ന വാർത്ത. ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. കാര്യം നിങ്ങൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല, നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. പക്ഷെ എന്നെ ബാധിക്കുന്ന വിഷയമല്ലെങ്കിലും എന്നെ പോലുള്ള ഒരുപാട് പേരെ ബാധിക്കുന്നതായതുകൊണ്ട് ഞാനൊന്ന് പറയാം. ചുമ്മാ ഒന്ന് കേക്ക്, വേണേ. കേട്ടിട്ടും ഗുണമൊന്നുമില്ല. എന്നാലും കഴകത്തില്ലാത്തവനും നട്ടലില്ലാത്തവനും മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവന്മാരും ഒന്നും ഇത് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. ചങ്കറപ്പുള്ള നട്ടലുള്ള 2 പേര് കണ്ട അത് ചിലപ്പോൾ ഗുണം ചെയ്യും. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ പോലീസ് കാണിക്കുന്ന ക്രൈമ്, പബ്ലിക്കിനോട് കാണിക്കുന്ന ബിഹേവ്, അതിനുശേഷം ഇതിനകത്ത് തന്നെ കുറെ മാന്യന്മാർ കാണിക്കുന്ന അഴിമതികള്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അഴിമതി നടത്തിയ ഒരു മഹാനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. കൊച്ചിയിൽ ആഡംബര വീട്, വാഹനങ്ങളുടെ വലിയ ശേഖരം, കയ്യിൽ ആവശ്യത്തിന് പണം. മുളവുകാട് സ്റ്റേഷനിലെ CPO TP അനൂപിന്റെ ജീവിത രീതിയെക്കുറിച്ച് കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. സാധാരണ ഒരു പോലീസുകാരന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇയാളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായ അനൂപിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് വിവരങ്ങളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്.
മുൻപും കൈക്കൂലി കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് അനൂപ്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കരാറുകാരിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് മുളവുകാട് സ്റ്റേഷനിലെ PP അനൂപിനെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാൾ മുൻപും സമാനമായ കേസിൽ പിടിയിലായിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 3 സസ്പെൻഷനുകൾ കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അനൂപ്. നടപടിക്ക് ശേഷവും മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തിയ PP അനൂപ് വഴിവിട്ട പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളുടെ വലിയ ശേഖരം തന്നെ അനൂപിനുണ്ട്. ഇയാളുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് പിന്നെ മുളവോട് ലിമിറ്റിലെ ഈ വേസ്റ്റ് മണ്ണും അതുപോലെ തന്നെ സാധനസാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മുളവാട് പോലീസ് സ്റ്റേഷനിലെ ഒരു CPO പേരൊക്കെ കൊള്ളാം അല്ലേ, ഒരു അനൂപ്. ആ താമര മോന് ഇപ്പൊ അഴിമതി കേസിൽ 5000 രൂപ വാങ്ങിച്ചതിനാണ്, ഇപ്പം കൈക്കൂലി വാങ്ങിച്ചതിനാണ് ഇപ്പൊ അകത്ത് പോയത്. ഇതിനു മുൻപ് 2 പ്രാവശ്യം അവൻ പോയിട്ടുണ്ട്. അന്നൊന്നും ആ തായ്വളിക്കെതിരെ നടപടിയെടുക്കാൻ ഈ കേരള പോലീസിലെ യൂണിഫോം ഇട്ട് തോളയില് കുറെ കിഴങ്ങ് വെച്ച് പുഴുങ്ങി വെച്ചേക്കുന്ന ഒരൊറ്റ ഒരുത്തരും തയ്യാറായിട്ടില്ല. എന്തിന്? നാഴിക്ക് 40 വട്ടം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പം, പിണറായി വിജയൻ ഭരിക്കുമ്പം അതെങ്ങനെ? പിണറായി വിജയൻ തന്നെ അയാൾക്കെതിരെയുള്ള കേസുകൾ സുപ്രീം കോടതി വരെ കിടക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കറിയാം ഇയാൾക്കെതിരെ പരാതി കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പരാതി കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല. അപ്പം പിന്നെ അവന്റെയൊക്കെ പിടുക്ക് താങ്ങി നടക്കുന്ന ഈ പോലീസുകാരനെയൊക്കെ ആരെന്തോ ചെയ്യാനാ? ഇതിനു മുൻപ് 2 പ്രാവശ്യം അഴിമതി കേസിൽ പെട്ടിട്ടും അവന്റെ രോമത്തെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ല, നമ്മുടെ കോടതികൾക്ക് കഴിഞ്ഞിട്ടില്ല, അവന്റെ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല, നമ്മള് എന്തോ മഹാസംഭവമാണെന്ന് പറയുന്ന ഈ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. മൊത്തം അഴിമതിക്കാര്. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അവനെ പിടിച്ച്. ഇപ്രാവശ്യം അവന്റെ രോമത്തെ തൊടാൻ പിണറായിയുടെ പോലീസിന് കഴിയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നമ്മളുടെ കോടതികൾക്കും കഴിയില്ല. അഴിമതികൾ നടത്തുന്നവനെ, നിയമലംഘനങ്ങൾ നടത്തുന്നവനും അതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അവനത് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരുപാട് ക്രൈമുകൾ ചെയ്തു പോകും. ചെയ്യാൻ സാഹചര്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ മയക്കുമരുന്നൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ മയക്കുമരുന്ന് വരുന്നതിന് നമ്മളുടെ പോലീസിലെ ഒരുപാട് സാറുമാർക്ക് ബന്ധമുണ്ട്. അവന്മാരൊക്കെ അതിന്റെ പടി മേടിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് വരുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാര്, പ്രത്യേകിച്ച് ഭരിക്കുന്നവന്റെ പാർട്ടിയിലെ ആൾക്കാര് ഉപജീവനത്തിന് വേണ്ടിയാണ് അവന്മാർ ഈ മയക്കുമരുന്നുകൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഇന്ററാക്ഷൻ ആണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് സംവിധാനമാണ് നമ്മുടെ കേരളത്തിലെ ഈ സർക്കാർ എന്ന് പറയുന്ന ഈ സംവിധാനം. ഞാൻ നിരന്തരം ഇവന്മാർക്കെതിരെ വീഡിയോ ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് കുറെ തായവളികൾ ഇതിനകത്ത് വന്ന് ഇരിപ്പുണ്ട്. ഞാൻ എന്താണ് പറയുന്നത് കാണാനും കേൾക്കാനും വേണ്ടി മാത്രം അവന്മാർക്കുള്ള ഡോസാണ് ഞാൻ ആദ്യം തന്നത്. എന്തിനാ വിടുപടി ചെയ്യുന്നേ? ചന്തി നക്കി വയറ് നിറയ്ക്കുന്നതിനെക്കാട്ടി നല്ലതല്ലാടാ അധ്വാനിച്ച് ജീവിക്കുക. ഇനി അധ്വാനിക്കാൻ മാർഗമില്ല, അധ്വാനിക്കാൻ കഴിവില്ലെങ്കിൽ പട്ടിണി കിടക്ക്, എന്നാലും സമാധാനമുണ്ട്. എന്തിനാടാ തെണ്ടി തിന്നും തീട്ടം തിന്നും വയറ് നിറയ്ക്കുന്നത്? നമ്മൾ സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് പോലീസ് ഏമാമാര് കാണിക്കുന്ന ക്രൈമുകളെ പറ്റിയിട്ട്. പക്ഷെ ഇവന്മാർക്കെതിരെ ഒന്നും ഒരു അക്ഷരം മിണ്ടാൻ ഒരൊറ്റ ചാനലുകാരും തയ്യാറാകില്ല. പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായിയോ അല്ലെ അയാളുടെ പാർട്ടിയോ ഒരൊറ്റ ഒരുത്തരും തയ്യാറാകില്ല. കാര്യം ഇതെല്ലാം ഒരുമാതിരി സൂപ്പിച്ചൊക്കെ പോവുകയാണ്. ഇങ്ങനെ എത്ര നാൾ നിങ്ങൾക്ക് പോകാൻ പറ്റും? ഞാൻ പല സമയങ്ങളിലും നിങ്ങളുടെ ഓരോ അവസ്ഥ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഹ്ലാദം ഉണ്ടാകും, ചിരി ഉണ്ടാകും. കാര്യം നിന്നെ ഒന്നും ഉദ്ധരിക്കാന് എനിക്ക് കോൺട്രാക്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താണെന്നറിയാവോ? ഞാൻ ഈയിടെ ഒരു സർവേ നടത്തി, ഒരു പേഴ്സണൽ സർവേ ആണ്. നിങ്ങളുടെ ഒന്നും മാതിരിയുള്ള വലിയ അനുധാരികളൊന്നും ഇല്ലാതെ നടത്തിയൊരു സർവേ ഞാൻ സ്വന്തമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. എൻ്റെ വ്യൂസ് ഒരു 10 ലക്ഷം വ്യൂസിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു പർട്ടിക്കുലർ വിഭാഗത്തിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം വ്യൂസ് നേരെ കുറഞ്ഞ് 1 ലക്ഷത്തിന് താഴെയായിട്ട് വരും.
അത് ആദ്യം എനിക്കൊരു സംശയം വന്നു കഴിഞ്ഞപ്പം രണ്ടാമത് ഞാൻ അതൊന്നുകൂടെ ട്രൈ ചെയ്തു. അപ്പം എനിക്കത് കൺഫേം ആയി. അപ്പം ചില വിഷയങ്ങൾ ചില ആൾക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂസ് കുറയുന്നതിന് കാരണം ബോധ്യമായപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പൊളിച്ച് വെച്ച് തരികയാണ്. നീയൊന്നും ഗുണം പിടിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്.